1969 ഒക്ടോബർ 11 കോട്ടയം ജില്ലയിലെ വൈക്കത്ത് അറയ്ക്കൽ വർക്കി അന്നമ്മ ദമ്പതികളുടെ 7 മക്കളിൽ 7ാമനായി കുര്യാക്കോസ് അറയ്ക്കൽ അച്ഛൻ ജനിച്ചു. 3-ാം വയസ്സിൽ മലബാർ കുടിയേറ്റത്തിൻ്റെ ഭാഗമായി കുടുംബം കരുവഞ്ചാലിന് സമീപമുള്ള കോട്ടക്കടവിലേക്ക് താമസം മാറി. ലളിതമായ ജീവിതവും കഠിനാധ്വാനവും നിറഞ്ഞ ആ കാലം അച്ഛൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം കണിയഞ്ചാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം ആലക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിലും പൂർത്തിയാക്കി. ബാല്യം മുതൽ തന്നെ പഠനത്തിലും ആത്മീയതയിലും വലിയ താല്പര്യം പുലർത്തിയിരുന്ന അച്ഛൻ 1985 തലശ്ശേരി അതിരൂപത മൈനർ സെമിനാരിയിൽ ചേർന്നു. തുടർന്ന് 1988 കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രീ ഡിഗ്രിയും 1991 കേരള സർവകലാശാലയിൽ നിന്ന് ഫിലോസഫിയിൽ ബിരുദവും കരസ്ഥമാക്കി. 1995 ഡിസംബർ 28 കരുവഞ്ചാൽ ചെറുപുഷ്പ ദേവാലയത്തിൽ വെച്ച് അഭിവന്യ വലിയമറ്റം പിതാവിൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി പൗരോഹിത്യം സ്വീകരിച്ച് പ്രഥമ ബലിയർപ്പിച്ചു. അച്ചപ്പാലന മേഖലയിൽ വികാരിയുടെ ശുശ്രൂഷ ഭംഗിയായി നിർവഹിക്കുന്നതിനോടൊപ്പം 2000 മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും 2005 B.Edഉം 2006 കൗൺസിലിംഗ് ആൻഡ് സൈക്കോളജിയിൽ PG ഡിപ്ലോമയും നേടി. മനുഷ്യരെ കൂടുതൽ മനസ്സിലാക്കി സേവിക്കുന്നതിനുള്ള അച്ഛൻ്റെ ശ്രമങ്ങളായിരുന്നു അവ. 2007 സെൻറ് തോമസ് ഹൈസ്കൂൾ കരിക്കോട്ടക്കരി മലയാളം അധ്യാപകനായി അധ്യാപന ജീവിതം ആരംഭിച്ചു. തുടർന്ന് ചെറുപുഷ്പം ഹൈസ്കൂൾ ചന്ദനക്കാമ്പാറ, സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ കുന്നോത്ത്, സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കിളിയന്തറ എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. 2020 അങ്ങാടിക്കടവ് സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രഥമാധ്യാപകനായി നിയമിതനായി. 2023 മുതൽ നമ്മുടെ സ്കൂളിൽ പ്രിൻസിപ്പളായി സേവനം ആരംഭിച്ചു. അധ്യാപനത്തോടൊപ്പം അജപാലന ശുശ്രൂഷയും അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പൈസക്കരി, നെല്ലിക്കാംപോയിൽ എന്നിവിടങ്ങളിൽ അസേന്ധ്യായും അറബി, താബോർ, ഉരുപ്പുംകുറ്റി, ഏറ്റുപാറ, മാടത്തിൽ, പടിയൂർ, പാലത്തുംകടവ്, ആനപ്പന്തി എന്നീ ദേവാലയങ്ങളിൽ വികാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുളപ്ര അൽഫോൻസ ദേവാലയത്തിൽ വികാരിയായി സേവനം തുടരുന്നു. കൂടാതെ ചെമ്പേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാന്ത്വനം, കരുണാലയം, നിർമ്മല ഹോസ്പിറ്റൽ എന്നീ സ്ഥാപനങ്ങളുടെ ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ തലശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി ബോർഡ് അംഗമാണ്. ലാളിത്യവും സ്നേഹപൂർണമായ സമീപനവുമാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇടവകയുടെ ആത്മീയ കാര്യങ്ങളും സ്കൂളിൻ്റെ ദിവസേനയുള്ള പ്രവർത്തനങ്ങളും ഒരേപോലെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന അച്ഛൻ നിരവധി വികസന പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകി സ്കൂളിനെ കൂടുതൽ മികവുറ്റതാക്കാൻ ശ്രമിച്ചു. പ്രിൻസിപ്പളിൻ്റെ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ എല്ലാ ക്ലാസുകളിലും മലയാളം ക്ലാസ് എടുക്കുക എന്ന ഭാരിച്ച ദൗത്യം ഭംഗിയായി നിർവഹിച്ചു. ഓഫീസിലെ ഫയൽ സംവിധാനങ്ങൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തി മികവുറ്റതാക്കി. തളിപ്പറമ്പ് നോർത്ത് ഉപജില്ല 2023 ശാസ്ത്ര കലോത്സവം വൻ വിജയമായി മാറ്റുന്നതിന് ചുക്കാൻ പിടിച്ചു. അതിനുവേണ്ടി സ്വരൂപിച്ച ഫണ്ടിൽ നിന്നും മിച്ചം പിടിക്കാനും 1.5 ലക്ഷം രൂപ ബാസ്കറ്റ്ബോൾ കോർട്ട് നിർമ്മാണത്തിന് മാനേജ്മെൻറ്റിന് കൊടുക്കാൻ സാധിച്ചതും വലിയ നേട്ടമായി. ശുചിമുറിയുടെ അപര്യാപ്തത പരിഹരിക്കാനായി ശുചിത്വ മിഷൻ്റെ ഭാഗമായി പഞ്ചായത്ത് നൽകുന്ന ഫണ്ട് വാങ്ങിച്ചെടുത്ത് 10 ശുചിമുറികൾ നിർമ്മിക്കാനായത് അച്ഛൻ്റെ നേതൃപാടവത്തിൻ്റെ ഉത്തമമായ നിർദ്ദേശനമാണ്. ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ഒരുമിച്ച് പ്രാക്ടിക്കൽ നടത്തുന്നതിനായി കോർപ്പറേറ്റ് നൽകിയ 5.5 ലക്ഷത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ ലാബ് ഹൈടെക്കായി വിപുലപ്പെടുത്തി. ബാസ്കറ്റ്ബോൾ കോർട്ടിൻ്റെ ഫണ്ട് ശേഖരണത്തിൽ മാനേജ്മെൻറ്റ് ഹയർ സെക്കൻഡറിയുടെ വകയായി മികച്ച ഒരു തുക സംഭാവന ചെയ്യാൻ സാധിച്ചു എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. സ്കൂളിൻ്റെ മുറ്റം ഇൻ്റർലോക്ക് ചെയ്യുക എന്ന ലക്ഷ്യം വെച്ച് അധ്യാപകരിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ച്
ഫണ്ട് സ്വരൂപിക്കാൻ ആയെങ്കിലും ആ സ്വപ്നം ഉടനെ പൂർത്തിയാക്കാൻ വേണ്ടത് മാനേജ്മെൻറ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയാണ് അച്ഛന്. ശുചിത്വത്തിനും അച്ചടക്കത്തിനും അതീവ പ്രാധാന്യം കൊടുത്തു വരുന്ന പ്രവർത്തനങ്ങൾ ശൈലിക്ക് ഉടമയായ അദ്ദേഹം പൂച്ചെടി പരിപാലിക്കുന്നതിലും അതീവ തൽപരനാണ്. അങ്ങനെ സ്കൂളിൻ്റെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി വിശ്രമരഹിതമായ അധ്വാനത്തിൻ്റെ ആൾരൂപമായിരുന്ന അച്ഛൻ ഏവർക്കും ഒരു അനുഗ്രഹ സാന്നിധ്യമായിരുന്നു. സേവനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വഴിയിൽ കർമ്മനിരതനായി ഉറച്ചു നിൽക്കുന്ന കുര്യാക്കോസ് അച്ഛൻ വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ശക്തി നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.